സോ ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളൊരു 5.1 ആംപ്ലിഫയറിൻ്റെ വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. വളരെ വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുള്ള ആംപ്ലിഫയർ ആണ്. കുറച്ചധികം മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് എനി മോർ ടൈം, ലെറ്റ്സ് ബിഗിൻ. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ 5.1 ആംപ്ലിഫയർ. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പുതിയതായിട്ട് ഡിസൈൻ ചെയ്ത ഒരു ആംപ്ലിഫയർ ആണിത്. ഫ്രണ്ട് ഡയലൊക്കെ നമ്മളിതിന് മുന്നേ പല വീഡിയോസിലും കാണിച്ച കണക്കുള്ള ആ ഒരു രീതിയിൽ തന്നെ ആ ഒരു ഡിസൈനിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മാറ്റ് ബ്ലാക്കും അതുപോലെ ഗ്ലോസി ഫിനിഷിങ്ങിലും വരുന്നത്. ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് പാനലിലേക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ചധികം നോബ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, കൺട്രോൾസ്. സോ ഇതിനകത്ത് കുറച്ചധികം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതായത് ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് അതുപോലെ സെൻട്രൽ ചാനലിലും നമ്മൾ ഒരു എക്സ്ട്രാ ഒരു ബാസ് ട്രിപ്പിൾ മിഡ്, അതായത് 3-way ടോൺ കൺട്രോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കസ്റ്റമറിൻ്റെ ആവശ്യപ്രകാരം ആഡ് ചെയ്തതാണ്. കുറച്ചധികം മാറ്റങ്ങൾ വരുത്തിയതും കസ്റ്റമറുടെ ആവശ്യപ്രകാരമാണ്. സോ നമ്മൾ ഫ്രണ്ട് ഡയലിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് എൻകോഡർ ഉണ്ട്, അതുപോലെ പവർ ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. പിന്നീട് നമുക്ക് ലെഫ്റ്റ് റൈറ്റ് അതിൻ്റെയുള്ള വോളിയം ഞാൻ നേരത്തെ പറഞ്ഞു ബാസ് ട്രിപ്പിൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ബാസ് മിഡ് ട്രിപ്പിൾ 4 കൺട്രോൾസ് ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ സെൻറ്ററിൻ്റെ വോളിയം ബാസ് ട്രിപ്പിൾ മിഡ് അത് സെൻറ്ററിന് വേണ്ടിയിട്ടും അത്രയും കൺട്രോൾസ് വരുന്നുണ്ട്. ബാക്കിയുള്ള അതായത് ബാലൻസ് ആയിട്ട് വരുന്ന നമുക്ക് 2 ചാനൽ സറൗണ്ട് ചാനലാണ്. അത് നമ്മൾ എക്സ്ട്രാ ഒരു ബാസ് ട്രിപ്പിൾ ബോർഡ് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. ടോൺ കൺട്രോൾ ഇല്ലാതെ ഡയറക്റ്റ് തന്നെയാണ് ആ ഒരു ചാനൽ വർക്കാവുന്നത്. സോ ഈ ആംപ്ലിഫയറിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ക്യാബിനാണ്. ഈ സൈഡിലെ ഗ്രില്ല് ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നതല്ല, നമ്മളത് എക്സ്ട്രാ അത് ആഡ് ചെയ്ത് കൊടുത്ത ഗ്രില്ലാണ്. ഇതൊരു ഹെവി ആയിട്ടുള്ളൊരു ക്യാബിനാണ്. പല പീസുകളായിട്ട് നിങ്ങൾക്ക് ഇളക്കിയെടുക്കാൻ പറ്റുന്ന ക്യാബിനാണ്. സെപ്പറേറ്റ് നമ്മൾ പെയിൻറ്റ് ജോബ് ചെയ്തിട്ടുണ്ട്. കാര്യം നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്ന പെയിൻറ്റ് അത്ര വലിയ മെച്ചമുള്ള പെയിൻറ്റിങ് ഒന്നുമല്ല. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് സ്പ്രേ പെയിൻറ്റ് മാറ്റ് ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗത്തും കുറച്ച് കൂടുതൽ ഗ്രില്ല് ആഡ് ചെയ്ത് നമ്മൾ ഈ ഒരു ടൈപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇത് പിന്നീട് ചെയ്തതാണ്. സോ ഇതിനകത്ത് നമുക്ക് നല്ലൊരു എയർ സർക്കുലേഷൻ കിട്ടും. നല്ലൊരു ക്യാബിനറ്റാണ്, പക്ഷെ നല്ല റേറ്റ് ഉണ്ട്. കാര്യം ഇതിന് നല്ല വെയിറ്റുള്ള നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ക്യാബിനാണ്. സോ നിങ്ങൾക്ക് അത്രയും എമൗണ്ട് ചിലവാക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഈ ക്യാബിൻ എടുത്താൽ മതി. കാര്യം ക്യാബിന് മാത്രം ഒരു 3000 രൂപയ്ക്ക് മുകളിലൊക്കെ വില വരുന്നുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ ഒരു ബാക്ക് ഡയൽ എന്ന് പറയുന്നത്. ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മളൊരു 3mm ഡയൽ ചെയ്തിട്ടുണ്ട്. പവറിൻ്റെ സ്വിച്ച് അതുപോലെ തന്നെ ഫ്യൂസ് മറ്റു കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. സെപ്പറേറ്റ് സ്വിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു മെയിൻസിന് പവർ ഓൺ ഓഫ് ഉണ്ട്, അതുപോലെ സബ് വൂഫറിന് സെപ്പറേറ്റ് പവർ ഓൺ ഓഫ് കൊടുത്തിട്ടുണ്ട്. 5.1 ഔട്ട്പുട്ടിന് വേണ്ടി നമ്മൾ ബനാന സോക്കറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സബിന് ഒരു പ്രീ ഔട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു 5.1 ഇൻപുട്ടും അതുപോലെ തന്നെ 3 സ്റ്റീരിയോ ഇൻപുട്ട്, അതായത് ആ ഒരു റിമോട്ട് കിറ്റിൽ വരുന്ന എല്ലാ ഇൻപുട്സും നമ്മൾ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആംപ്ലിഫയറിനകത്ത് നമുക്കൊരു ലൈറ്റ് നമ്മൾ നോർമലി കൊടുക്കാറുണ്ട്. ബ്ലൂ LED ലൈറ്റാണ്. അതിനുവേണ്ടി നമ്മൾ ഓൺ ഓഫിന് ഒരു സ്വിച്ചും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അത് ഇതിനകത്തും കൊടുത്തിട്ടുണ്ട്. ബാക്ക് പാനൽ ഇപ്രാവശ്യം നമ്മൾ കൂളിങ്ങിന് വേണ്ടി കൊടുത്തിരിക്കുന്ന 2 4-inch ഫാനാണ്. നോർമലി നമ്മൾ 3-inch ഫാനാണ് കൊടുക്കാറ്. ഇത് കമ്പ്യൂട്ടറിനകത്ത് PC-ക്കകത്ത് യൂസ് ചെയ്യുന്ന ആ ഒരു RGB ലൈറ്റ് വരുന്ന ഒരു ഫാനാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഓൺ ആകുമ്പോൾ RGB ലൈറ്റ് വർക്ക് ചെയ്യും. പക്ഷേ ലൈറ്റിനൊന്നും കാര്യമില്ല. നമ്മൾ ആ ഒരു ക്വാളിറ്റി നോക്കാൻ വേണ്ടിയാണ്. നമ്മൾ നല്ല ക്വാളിറ്റി ഫാനാണ്, അധികം നോയ്സ് ഒന്നുമില്ല. സോ ആ നോയ്സ് നമുക്ക് പരമാവധി ഒഴിവാക്കി കിട്ടും നമ്മൾ ഈ ഫാൻ യൂസ് ചെയ്യുകയാണെങ്കിൽ. സോ ഇതാണിത് ലൈറ്റ് അപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു അല്ലെങ്കിൽ ഓൺ ആക്കുമ്പോൾ ആ ഒരു ലുക്ക് എന്ന് പറയുന്നത്. നമുക്ക് ആ ഒരു ബ്ലൂ ലൈറ്റ് നമുക്ക് ആ ഒരു നോബിൽ കൂടെ പ്രൊജക്റ്റ് ചെയ്ത് വരും. ഇത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. ബ്ലൂ ആ നോബിൽ കൂടെയും വരും. അതുപോലെ തന്നെ നമുക്ക് ആ USB-യുടെ സോക്കറ്റിൽ കൂടെയും പുറത്തേക്ക് വരും ആ ഒരു കളർ. അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡിൽ ആ ഒരു ഗ്രില്ല് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ ആ ഗ്രില്ലിനകത്തോട് ഒരു വെട്ടത്തിൻ്റെ ആ ഒരു റേസ് പുറത്തോട്ട് വരുന്നത് കാണാൻ നല്ലൊരു ഭംഗിയാണ്. നമ്മൾ മുകളിലും ഇതിങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ ടോട്ടലി നമ്മളൊരു ഇരുണ്ട റൂമിൽ വെക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ലുക്കാണ് കാണാനായിട്ട്. പിന്നെ ആ ലൈറ്റ് വേണ്ട എന്നുള്ളവർക്ക് അത് ഓഫ് ആക്കാനുള്ളൊരു സെറ്റപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് ഫ്രണ്ട്സിൻ്റെ ഒരു ഓവറോൾ ലുക്ക്, അതുപോലെ തന്നെ ആ ഒരു ബിൽഡ് എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് ഈ ഒരു ആംപ്ലിഫയർ തുറന്നതിനകത്ത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. സോ ഫ്രണ്ട്സ്, ഇപ്പോൾ ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ അകമയുള്ള വ്യൂ എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും ഓരോ പാർട്സായിട്ട് നമുക്ക് നോക്കാം. പവർ സപ്ലൈക്ക് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് 2 ടോറോയിഡാണ്. കസ്റ്റമറിൻ്റെ ആവശ്യപ്രകാരമാണ് നമ്മൾ 2 ടോറോയിഡ് എടുത്തത്. ഈ ഒരു ആംപ്ലിഫയർ ചെയ്യാനായിട്ട് നമുക്ക് ഒരു ടോറോയിഡിൻ്റെ ആവശ്യമുള്ളൂ. സോ പവർ സപ്ലൈ സംബന്ധമായിട്ട് നമുക്കൊരു ഡൗൺ ആവത്തില്ല ഈ ഒരു ആംപ് എന്ന് പറയുന്നത്. ഈ ഒരു ആംപ്ലിഫയറിനകത്ത് ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നതിൻ്റെ പവർ സപ്ലൈ ആണ്. ഒരു കാരണവശാലും നമുക്ക് ഈ ഒരു പവർ സപ്ലൈക്കകത്തൊരു ഒരു ഡിപ്പ് വരത്തില്ല. അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് 27/27 12 ആംപിയർ നമ്മൾ 5 ചാനലിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 40/40 ഒരു 10 ആംപിയർ നമ്മൾ ഈ ഒരു 6 ട്രാൻസ്ഫർ ബോർഡിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഒരു 4 ohmsൽ ഒരു 100+ വാട്ട്സ് നമുക്ക് പെർ ചാനൽ എന്തായാലും കിട്ടും. മിനിമം നമുക്ക് 100 എന്തായാലും ഉറപ്പായിട്ടും കിട്ടും. അതുപോലെ തന്നെ നമുക്ക് സബ് വൂഫറിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു 300 വാട്ട്സ് അടുപ്പിച്ച് എന്തായാലും നമുക്ക് 4 ohmsൽ നമുക്ക് ഷുവറായിട്ടും കിട്ടിയിരിക്കും. കാര്യം സപ്ലൈ അത്രയും പവർഫുള്ളാണ്. 2 ടോറോയിഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വാട്ട്സ് നമുക്ക് ഷുവറായിട്ടും കിട്ടും. നമ്മളിത് യൂസ് ചെയ്യുന്ന ബോർഡെന്ന് പറയുന്നത് ST Audiosൻ്റെ 5 ചാനൽ ബോർഡ്, ട്രാൻസിസ്റ്റർ ബേസ്ഡ് ബോർഡാണ്. വളരെ നല്ലൊരു ബോർഡാണ്. വീഡിയോ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ അവരുടെ തന്നെ 6 ട്രാൻസിസ്റ്റർ ബോർഡാണ് സബിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്.
നമ്മളെല്ലാ ആംപ്ലിഫയറിലും ഇപ്പം നമ്മൾ ഒരു സോഫ്റ്റ് സ്റ്റാർട്ടർ ഉപയോഗിക്കുന്നുണ്ട്. കാര്യം ഹൈ വോൾട്ടേജ് കപ്പാസിറ്റർ അല്ലെങ്കിൽ ഹൈ കപ്പാസിറ്റിയുള്ള കപ്പാസിറ്റർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു സോഫ്റ്റ് സ്റ്റാർട്ടർ യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 4-inch ഫാൻ ഇതാണ്. ഇത് വളരെ നല്ല ക്വാളിറ്റിയുള്ള ഡീപ് കൂൾ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ഫാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കസ്റ്റമർ തന്നെ അവർ കൊണ്ടുവന്ന ഫാനാണ്. ഫാനുകൾക്ക് ടെമ്പറേച്ചർ കൺട്രോൾ സർക്യൂട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ബാസ്റ്റബിൾ ബോർഡിലേക്ക് വരികയാണെങ്കിൽ 3-way ടോൺ കൺട്രോളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് അപ്പെക്സിൻ്റെ TB3 എന്ന് പറയുന്ന സർക്യൂട്ടാണ് STUdios പുറത്തിറക്കുക, അത് കോപ്പി ചെയ്ത് പുറത്തിറക്കിയിരിക്കുന്ന ഒരു ബോർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഓവറാൾ ഒരു ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. നല്ല ക്വാളിറ്റിയും നല്ല പവറും ഉള്ളൊരു ആംപ്ലിഫയർ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ആംപ്ലിഫയർ അസംബിൾ ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആംപ്ലിഫയർ അസംബിൾ ചെയ്യണം, മറ്റു കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇറ്റ്സ് മീ ആദർശം ടെക്നിക്കൽ എവല്യൂഷൻ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ വെയിറ്റ് ആൻഡ് വാച്ച്.